കാലം എന്തൊരു അരസികനാണ്. വിരസതയുടെ പ്രളയത്തിൽ മുങ്ങിത്താഴുന്നു. പകിടളി തന്നെയാ നല്ലത്. ഇത് കരിക്കള്, ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണ്ടെണ്ണം നോക്കി കരു നീക്കണം. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരിക്കള്, ഇത് രണ്ടും പകിടം. ഇത് കരിക്കള്, ഇത് കരിക്കള്. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. വെൽക്കം ബാക്ക് ടു ജോട്ട് SPK. 55ാമത് കേരള സംസ്ഥാന ഫിലിം അവാർഡ്സ് ഇപ്പൊ പ്രഖ്യാപിക്കും പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഈ കാത്തിരിപ്പിന് പിന്നീട് കാരണമുണ്ട്. കാരണം 2024 അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് മാസത്തിലാണ്. 2025 ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, ഇപ്പൊ ഒക്ടോബറായി. ഇതുവരെ പ്രഖ്യാപനം നടന്നിട്ടില്ല. എല്ലാ മാസവും ഇപ്പൊ പൊട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യാവിൽ മാപ്പെരും നടികർ എന്ന് നമ്മളൊക്കെ അഭിമാനത്തോടെ പറയുന്ന മമ്മൂട്ടി എന്നുള്ള ഒരൊറ്റ പേരാണ് ഈ ഒരു വർഷത്തെ അവാർഡുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ആ ഒരു മെയിൻ എക്സ് ഫാക്ടർ. ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മമ്മൂട്ടി ആരാധകർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം. അപ്പൊ തുടങ്ങാം. 2024 ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുണ്ട്. എന്റെ മനസ്സിൽ തീർച്ചയായിട്ടും 3 സിനിമകളാണ് ഏറ്റവും മുകളിൽ തന്നെ നിൽക്കുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ ഞാൻ തീർച്ചയായിട്ടും പറയുമ്പോൾ പല ആളുകളും എന്റെ ഒരു ബയസ്ഡ് മൈൻഡ് സെറ്റ് ആണ് അതിന്റെ പിന്നിൽ എന്ന് ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ആ ഒരു ഓർഡറിലാണ് ഞാൻ പറയുന്നത്. ആദ്യം റിലീസ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് മലൈക്കോട്ട വാലിബനാണ്. മലൈക്കോട്ട വാലിബൻ എന്നുള്ള സിനിമ തിയേറ്ററിൽ ഒട്ടും വർക്കാവാത്ത ഒരു സിനിമയാണ്, പരാജയപ്പെട്ടൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമയിലെ മോഹൻലാലിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത് മോഹൻലാലിന്റെ ഏറ്റവും കടുത്ത വിരോധികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് റിലീസിംഗ് ഓർഡറിൽ പറയുവാണെങ്കിൽ ഭ്രമയുഗമാണ്. ഭ്രമയുഗം എന്ന സിനിമയിലെ രാഹുൽ സദാശിവൻ ഒരുക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലെ 3 പ്രകടനങ്ങൾ തീർച്ചയായിട്ടും ഔട്ട്സ്റ്റാൻഡിംഗ് കാറ്റഗറിയിൽ നിൽക്കുന്നവയാണ്. അതിൽ തന്നെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ സിനിമ ആരുടെ പേരിലാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു സ്റ്റേറ്റസ് മനസ്സിലാവും. മമ്മൂട്ടി എന്നുള്ള നടന്റെ ഒരു ഇന്റർനാഷണൽ പെർഫോമൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം റോഷാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നോക്കുവാണെങ്കിൽ മമ്മൂക്കയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക് ആൻഡ് ദെൻ ഭ്രമയുഗം. മറ്റൊരു പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഈ സിനിമയിൽ മമ്മൂക്കയോടൊപ്പം അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു സിദ്ധാർത്ഥ് ഭരതൻ എന്നുള്ള ആക്ടറുടെ. അപ്പം ഈ 2 പെർഫോമൻസസ് ഭ്രമയുഗത്തിനെ തീർച്ചയായിട്ടും ആ ഒരു ബിഗ് ലീഗിലേക്ക് എടുത്തുയർത്തിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി 2 ഗംഭീര പെർഫോമൻസസ് ഉള്ള സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡത്തിലെ വിജയരാഘവന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആസിഫ് അലിയുടെ പെർഫോമൻസ് ശരിക്കും ആ തിയേറ്ററിൽ ആ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം സീറ്റിൽ നിന്ന് എണീക്കുമ്പോൾ മനസ്സിൽ ഒരു എന്തോന്ന് കത്തിച്ചു വെച്ച ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഒരുപാട് ടച്ച് ചെയ്യുന്ന ഒരു രോഗമാണ് അൾസൈമേഴ്സ്. എന്റെ ഫാദർ ഒരു അൾസൈമേഴ്സ് പേഷ്യന്റ് ആണ്. അപ്പോൾ ആ സിനിമ കണ്ട സമയത്ത് വിജയരാഘവന്റെ പെർഫോമൻസും ആസിഫ് അലിയുടെ പെർഫോമൻസും കണ്ട സമയത്ത് ശരിക്കും ഒരു മലയാള സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചിന്തിച്ച ഒരു കാര്യം അപ്പൊ തന്നെ ഈ അവാർഡ് ആർക്കായിരിക്കും കൊടുക്കാൻ പോകുന്നതാണ്. ഈ അവാർഡ് പ്രഖ്യാപിച്ചു കഴിയുമ്പം ഇത് പകത്തു കൊടുക്കുന്ന ഒരു അവാർഡാണെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ പകത്തു കൊടുക്കുകയാണെങ്കിൽ 2 പേരുകൾ വരാൻ പോകുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒന്ന് മമ്മൂക്കയും മറ്റൊന്ന് വിജയരാഘവനും ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മമ്മൂക്ക ചെയ്ത ഭ്രമയുഗത്തിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ഒരു ഫിലിമിന്റെ ജോണർ അനുസരിച്ച് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു ലെവലിലാണ്. പ്രത്യേകിച്ചും പല മുഹൂർത്തങ്ങളിലും നമുക്ക് ഒരിക്കലും മമ്മൂട്ടി എന്നുള്ള മനുഷ്യനെയോ മമ്മൂട്ടി എന്നുള്ള നടനെയോ അവിടെ കാണാൻ പറ്റില്ല. കൊടുമൺപോറ്റി അല്ലെങ്കിൽ ചാത്തൻ എന്നുള്ള ആ ഒരു പരകായ പ്രവേശമാണ് നമ്മൾ ശരിക്കും അനുഭവിച്ചിരുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ വിജയരാഘവൻ എന്നുള്ള നടനെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അതായത് കിഷ്കിന്ധാകാന്ഡത്തിലെ അപ്പുപിള്ളയെ നോക്കുമ്പോൾ നമുക്ക് അവിടെ വിജയരാഘവനെ കാണാനേ പറ്റില്ല. അവിടെ അപ്പുപിള്ള എന്നുള്ള ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ അദ്ദേഹം ഹാൻഡിൽ ചെയ്ത ഒരു രീതി വളരെ സട്ടിലായിട്ട്, എന്നാൽ നമുക്ക് വല്ലാതെ കണക്ട് ആവുന്ന രീതിയിൽ വളരെ ഇമോഷണൽ ആയിട്ടൊന്നും നമുക്ക് അദ്ദേഹത്തെ സിനിമയിൽ കാണാൻ പറ്റില്ല ഒരുപാട് സീനിലൊന്നും. പക്ഷെ ഒരു സീൻ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് അത് പറയുമ്പോൾ
അത് കണ്ടനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അത് ശരിക്കും എനിക്ക് ഈ 2 പേർക്ക് ആ അവാർഡ് പകുത്തു കൊടുക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു കാവ്യനീതി പോലെ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മമ്മൂട്ടിക്കായിരിക്കും ഇത്തവണ അവാർഡ് കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടായിരിക്കും. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്, മമ്മൂക്ക ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ബേസിസിൽ മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും അവാർഡ് എന്നുള്ള ഒരു ആരോപണം എയറിൽ ഇപ്പൊ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. അതിൽ യാതൊരു പൊളിറ്റിക്സും കൂട്ടിക്കുഴക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അവാർഡുകളിൽ ഒട്ടും രാഷ്ട്രീയം കലർത്താറില്ലേ എന്നുള്ളൊരു ചോദ്യമാണെങ്കിൽ യാതൊരു സംശയം വേണ്ട, പല അവാർഡുകളിലും രാഷ്ട്രീയം വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷെ ഇത്തവണത്തെ മലയാളം അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ അത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഇല്ലാതെ ഉള്ളൊരു അവാർഡായിരിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. Bye-bye.